കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പ തന്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ ആഫ്രിക്കൻ പര്യടനത്തിന് തുടക്കം കുറിച്ചു. ഏപ്രിൽ 13 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന ഈ പര്യടനത്തിൽ 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലായി 11 നഗരങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. 2026 മാർപ്പാപ്പയുടെ രണ്ടാമത്തെ വിദേശ സന്ദർശനമാണിത്. ആഫ്രിക്കയിലെ സഭയുടെ വളർച്ചയും പ്രാദേശിക പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ യാത്രയെക്കുറിച്ചുള്ള പ്രധാന 9 കാര്യങ്ങൾ ഇവയാണ്. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൻ ഗിനിയ എന്നീ രാജ്യങ്ങളാണ് മാർപ്പാപ്പ സന്ദർശിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 18 വിമാനയാത്രകളിലായി ഏകദേശം 11,000 മൈൽ അദ്ദേഹം സഞ്ചരിക്കും. ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ അൾജീരിയ സന്ദർശിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇവിടെ സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം അദ്ദേഹം പങ്കുവയ്ക്കും. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നായ ഗ്രേറ്റ് മോസ്ക് ഓഫ് അൾജിയേഴ്സ് അദ്ദേഹം സന്ദർശിക്കും. അഗസ്റ്റീനിയൻ സഭാംഗമായ മാർപ്പാപ്പ വിശുദ്ധ അഗസ്റ്റീൻ ജീവിച്ചിരുന്ന അൾജീരിയയിലെ ഹിപ്പോ പ്രദേശം സന്ദർശിക്കുന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് വിശ്വാസികൾ കാണുന്നത്. അങ്കോളയിലെ മുക്സിമ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർപ്പാപ്പ നയിക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ 20 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 ഭാഷകളിൽ പ്രാവീണ്യമുള്ള മാർപ്പാപ്പ ഈ യാത്രയിലുടനീളം ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. അൾജീരിയയിൽ അറബിക് ഭാഷയിലുള്ള അഭിവാദ്യങ്ങളും അദ്ദേഹം അർപ്പിക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാർപ്പാപ്പ മുൻഗണന നൽകുന്നുണ്ട്. കാമറൂണിലെ അനാഥാലയങ്ങളും ആശുപത്രികളും ഇക്വറ്റോറിയൽ ഗിനിയയിലെ ജയിലുകളും മാനസികാരോഗ്യ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ബാത്ത സ്ഫോടനത്തിൽ ഇരയായവർക്കായി അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികളിൽ 20% അധിവസിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സഭയുടെ വളർച്ചയും വൈദിക ദൈവവിളികളുടെ വർധനവും ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. ആഫ്രിക്കൻ സഭയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതാകും ലിയോ 14 മാർപ്പാപ്പയുടെ ഈ സന്ദർശനമെന്ന് വത്തിക്കാൻ അറിയിച്ചു.